പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ക്ലോഷറിനെ കുറിച്ചാണ്. ക്ലോഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പൈത്തനെ കൂടാതെ ഞാൻ ജാവാസ്ക്രിപ്റ്റിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലോഷർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ക്ലോഷറിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ക്ലോഷർ എന്നത് സ്വന്തമായി എൻവയോൺമെൻറ്റുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നാണ്. കൂടാതെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ചുരുങ്ങിയത് ഒരു ബൗണ്ട് വേരിയബിളെങ്കിലും കാണും. ഈ ബൗണ്ട് വേരിയബിളിനെ ഫ്രീ വേരിയബിൾ എന്നും കൂടെ പല സ്ഥലങ്ങളിലും എഴുതി കാണാറുണ്ട്. ഈ ക്ലോഷർ എൻവയോൺമെൻറ്റിലുള്ള ബൗണ്ട് വേരിയബിളിനെ അല്ലെങ്കിൽ ഫ്രീ വേരിയബിളിനെ ക്ലോഷർ അതിൻ്റെ മെമ്മറിയിൽ എപ്പോഴും കീപ്പ് ചെയ്യും. അപ്പോൾ ഈ ക്ലോഷർ എൻവയോൺമെൻറ്റിലെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ബൗണ്ട് വേരിയബിൾ അല്ലെങ്കിൽ ഫ്രീ വേരിയബിളിനെ ക്ലോഷറിൻ്റെ യൂസേഴ്സിനും ആക്സസ് ചെയ്യാമെന്നാണ് ഡെഫിനിഷനിൽ പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് എക്സാമ്പിൾ കാട്ടുമ്പോൾ നോക്കാം. ക്ലോഷർ എന്ന് പറയുന്നത് നെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ എഴുതുന്നതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ നെസ്റ്റഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഔട്ടർ ഫംഗ്ഷന് റാപ്പർ ഫംഗ്ഷൻ എന്ന് പേര് കൊടുക്കുന്നു. റാപ്പർ അണ്ടർസ്കോർ FN. റാപ്പർ അണ്ടർസ്കോർ FN എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ്. അതിന് ഞാൻ MSG എന്ന ആർഗ്യുമെൻറ്റിന് പേര് കൊടുക്കുന്നു. അപ്പോൾ ക്ലോഷർ എന്ന് പറയുന്നത് നെസ്റ്റഡ് ഫംഗ്ഷൻ ആയതിനാൽ തന്നെ എനിക്കിവിടെ ഒരു ഇന്നർ ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ ഞാനിവിടെ ഡെഫ് ഇന്നർ അണ്ടർസ്കോർ FN എന്ന പേരിലൊരു ഫംഗ്ഷൻ എഴുതുന്നു. ഇനി ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുകയാണ്, പ്രിൻറ്റ് MSG. ഇനി ഈ റാപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഔട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഇന്നർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെയാണ്. അതായത് റിട്ടേൺ ഇന്നർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ റിട്ടേൺ ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പാരാന്തസിസ് ഇടുന്നില്ല എന്നാണ്. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല, ഇന്നർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല. ഇന്നർ ഫംഗ്ഷൻ കോൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്നർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചെയ്യുന്നത് ഇന്നർ ഫംഗ്ഷൻ്റെ ഒരു ഒബ്ജക്റ്റ്, മെമ്മറിയിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റാപ്പർ ഫംഗ്ഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റാപ്പർ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ റാപ്പർ ഫംഗ്ഷൻ്റെ അകത്തായിട്ട് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പാരാമീറ്റർ പാസ് ചെയ്യാനുണ്ട്. ആ പാരാമീറ്റർ എന്ന് പറയുന്നത് മെസ്സേജ് ആണ്. അത് ഞാൻ തൽക്കാലത്തായിട്ട് ഹായ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ റാപ്പർ ഫംഗ്ഷൻ കോൾ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മുടെ ഇന്നർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് റാപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഇന്നർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെയാണ്. അപ്പോൾ പ്രിന്റ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് റിസൾട്ട് ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്തായിട്ട് അസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിവിടെ എഫ് ഈക്വൽ ടു റാപ്പർ ഫംഗ്ഷൻ എന്ന് എഴുതുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഇന്നർ ഫംഗ്ഷൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ എഫ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നർ ഫംഗ്ഷനും എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഹായ് എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹായ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ക്ലോഷറിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ക്ലോഷറിൻ്റെ അകത്തൊരു ബൗണ്ട് വേരിയബിൾ ഉണ്ടാവുമെന്ന്, അല്ലെങ്കിൽ ഒരു ഫ്രീ വേരിയബിൾ ഉണ്ടാവുമെന്ന്. ആ ഒരു ബൗണ്ട് വേരിയബിൾ അല്ലെങ്കിൽ ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ മെസ്സേജ് ആണ്. കൂടാതെ ക്ലോഷറിൻ്റെ ഓരോ യൂസറിൻ്റെയും ബൗണ്ട് വേരിയബിൾ അത് മെമ്മറിയിൽ സൂക്ഷിക്കുമെന്നാണ് ഡെഫിനിഷൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനിലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് എഫ് എന്ന് പറയുന്ന വേരിയബിളിനെ റാപ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിലെ ഇന്നർ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് പകരം ഞാനിവിടെ ക്ലോഷറിൻ്റെ ഒരു യൂസറായി കണക്കാക്കുകയാണ്. അപ്പോൾ ക്ലോഷറിൻ്റെ പുതിയൊരു യൂസറായി F1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനിവിടെ എടുക്കുന്നു. അതിലേക്ക് റാപ്പർ അണ്ടർസ്കോർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അസൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ അകത്തായിട്ട് പാസ് ചെയ്യുന്നത് ഹേ എന്ന് പറയുന്ന മെസ്സേജാണ്. ഇപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്ന യൂസർ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഹായ് എന്ന് പറയുന്ന മെസ്സേജും F1 എന്ന് പറയുന്ന യൂസർ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഹേ എന്ന് പറയുന്ന മെസ്സേജും പ്രിൻറ്റ് ചെയ്ത് കാണാം. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹായ് എന്ന് പറയുന്ന മെസ്സേജും ഹേ എന്ന് പറയുന്ന മെസ്സേജും നമുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ F1 എന്ന് പറയുന്ന യൂസർ റാപ്പർ ഫംഗ്ഷൻ്റെ അകത്തായിട്ട് ഹേ എന്ന് പറയുന്ന മെസ്സേജാണ് പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി എഫ് എന്ന് പറയുന്ന യൂസറിൻ്റെ ഹായ് എന്ന് പറയുന്ന മെസ്സേജ് ഓവർ റൈറ്റ് ആവുന്നില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് നമുക്ക് എഫ് എന്ന് പറയുന്ന യൂസറിനെ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എഫ് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, F1 എന്ന് പറയുന്ന യൂസർ എഫ് എന്ന് പറയുന്ന യൂസറിൻ്റെ മെസ്സേജ് എന്ന് പറയുന്ന ഫ്രീ വേരിയബിൾ അല്ലെങ്കിൽ ബൗണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഓവർ റൈറ്റ് ചെയ്തിട്ടില്ല. അതിനാലാണ് നമുക്ക് എഫ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹായ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് കാണാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഇന്നർ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റും F1 എന്ന് പറയുന്ന ഇന്നർ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റും വെവ്വേറെ മെമ്മറി ലൊക്കേഷനിലാണ് ക്രിയേറ്റ് ആവുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എഫ് പ്രിൻറ്റ് ചെയ്തും F1 പ്രിൻറ്റ് ചെയ്തും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പ്രിൻറ്റ് F1. എഫ് എന്ന് പറയുന്ന ഇന്നർ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റും F1 എന്ന് പറയുന്ന ഇന്നർ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ മെമ്മറി ലൊക്കേഷനിലാണ്. അപ്പോൾ ക്ലോഷർ എന്തുകൊണ്ടാണ് അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ഓരോ യൂസറിൻ്റെയും ബൗണ്ട് വേരിയബിൾ പ്രത്യേക മെമ്മറി ലൊക്കേഷനിൽ സൂക്ഷിക്കുകയും ഓർത്ത് വെക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും.
ഇങ്ങനെ ഓരോ യൂസറിന്റെയും ബൗണ്ട് വേരിയബിൾ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ് ക്ലോഷറിന്റെ പ്രത്യേകത. അതിനാൽ തന്നെ നമുക്ക് എഫ് എന്ന് പറയുന്ന യൂസറിന്റെ ഈ ബൗണ്ട് വേരിയബിൾ എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ലൈനുകൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. എഫ് എന്ന് പറയുന്ന ഇന്നർ ഫംഗ്ഷന്റെ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ യൂസറിനെ നമുക്ക് ഒന്നിലധികം പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം പ്രാവശ്യം ഹായ് എന്ന് പറയുന്ന മെസ്സേജ് കാണാൻ കഴിയും. ഇവിടെ 4 പ്രാവശ്യം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് 4 പ്രാവശ്യം നമുക്ക് ഹായ് എന്ന് പറയുന്ന മെസ്സേജ് കാണാം. അതായത് ഈ ഫ്രീ വേരിയബിളിനെ അല്ലെങ്കിൽ ബൗണ്ട് വേരിയബിളിനെ ക്ലോഷർ അതിന്റെ എൻവയോൺമെന്റിലെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലോഷറിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലോഷർ എവിടെ ഉപയോഗിക്കാം എന്നുള്ള എക്സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ശരി, വീണ്ടും കാണാം.